വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നോടൊന്നും ആരും പറഞ്ഞില്ല. മെഡിസിന്റെ കാര്യത്തെ കുറിച്ചൊരു എല്ലാവരും ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറെ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കൈ കൂപ്പി രേണുസുതി നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വീഡിയോകൾ ചെയ്തോ യൂട്യൂബില്? നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ യൂട്യൂബിലെ വരുമാനം വേണം, മനസ്സിലാക്കുന്നു. വീഡിയോ ചെയ്തോ. പക്ഷേ നിങ്ങൾ ഈ കീമോയ്ക്ക് പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചുമ്മാ ഷൂട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓക്കെ ആവുന്ന സമയത്തൊക്കെ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ഇട്ടാൽ മതി, ജനങ്ങൾ കണ്ടോളും, നിങ്ങൾക്ക് കാശ് കിട്ടിക്കോളും. അതിന് പകരം ഇച്ചിരി ജീവൻ വെക്കുമ്പോഴത്തേക്ക് വന്നിരുന്ന് ഈ അപരാധം നിർത്ത് ചേച്ചി. എന്തിനാ? ഒന്നാമത് നിങ്ങൾക്ക് തീരെ വയ്യ, നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തീരെ വയ്യാന്ന്. ഇടയ്ക്ക് ഒന്നൊന്ന് ഉഷാറായി വരുമ്പോഴത്തേക്ക് വന്നിരുന്ന് ചുമ്മാ ഇരുന്ന് എന്ത് കാര്യത്തിന്? നാട്ടുകാർക്ക് വെറുപ്പാകത്തേ ഉള്ളൂ. എന്തിനാണ് സ്വയമേ നാട്ടുകാരുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് എന്നെ പുഴുങ്ങി അങ്ങോട്ട് എടുത്തോ എന്ന് പറയാൻ? അല്ലെങ്കിൽ എന്തിന്? വൈ? പ്രിയപ്പെട്ടവരെ, രേണുസുതി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഒരു ഡിസ്ക്ലൈമർ, ഈ രേണുസുതി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്യുക. ഓക്കെ. പിന്നെ ഈ രേണുസുതിയായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോകൾ കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സ്ഥിരം ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരോടും കൂടെയാണ്, നമ്മുടെ ചാനലിൽ വേറെയും വീഡിയോകൾ വരാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് കുറച്ചായി ചെയ്തിട്ട്, പക്ഷേ എന്നാലും വേറെ പല കണ്ടന്റ് വരാറുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോകളും അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ രേണുസുതി ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടു. സെക്കൻഡ് കീമോ ഒക്കെ കഴിഞ്ഞ് അവർ 5 ദിവസത്തോളം ICUലൊക്കെ ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവരുടെ ആ വീഡിയോയിൽ അവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ കൂടുതൽ ശ്രദ്ധിച്ചത്. അവരെ ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല, കാരണം എനിക്ക് അവരെ ആ ഒരു കോലത്തിൽ കാണാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അത്ര മറ്റേ മനുഷ്യത്വം തുളുമ്പുന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ, പക്ഷേ എന്തോ എനിക്കത് കാണാൻ തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടു. ആൻഡ് വൺ മോർ തിങ്, രേണുസുതി, നിങ്ങൾ ഈ അടുത്തെങ്ങാണ്ട് ഒരു വിഗൊക്കെ മേടിച്ച് തലയിൽ വെച്ചിട്ടൊക്കെയാണല്ലോ വീഡിയോകളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇനിയും ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് അതൊന്ന് വെക്കുക പ്ലീസ്. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അല്ലാതെ നാട്ടുകാർക്ക് നിങ്ങളോട് ഒരുപാട് സഹതാപം തോന്നാൻ ഈ ഒരു കോലത്തിൽ വന്നിരിക്കാതെ, ഓക്കെ, ഇങ്ങനെ വന്നിരിക്കാതെ എന്തോ കാണുമ്പോൾ തന്നെ നമുക്ക് സഹതാപോ എന്തൊക്കെയോ. പ്ലീസ് ഡോണ്ട് ഡൂ ദാറ്റ്. ആൻഡ് രേണുസുതിയുടെ ചേച്ചിയോട് ഈ കഥ പറച്ചിൽ നിർത്ത്. നിങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ അങ്ങ് പൊക്കോളും. ആരും ഒന്നും സംസാരിക്കാനൊന്നും വരത്തില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പം തിരിച്ചു വന്ന് ഡിസ്ചാർജായി. അതുപോലെ രണ്ടാമത്തെ കീമോയാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയെക്കാളും കൂടുതലും ഭയങ്കരമായിട്ട് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥതയും ക്ഷീണവും ഛർദിലും ഒക്കെ ആയിരുന്നു, വേദനകളും എല്ലാം ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും എന്തായാലും കുറച്ച് കുറവുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നേർച്ച കഴിക്കുന്നുണ്ടെന്നും വഴിപാട് കഴിക്കുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ എന്ത് രീതിയിലാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് 4 കീമോയും കൂടെ ഉണ്ട്. ആ 4 കീമോയും കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അതുപോലെ 4 കീമോ കഴിഞ്ഞ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ചായിരുന്നു, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞിലെ തൊട്ടേ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ ആരുടെ ശരീരത്തിനകത്തോ ശരീരത്തിന് പുറത്തോ ഒരു മാരക അസുഖമൊന്നും ഉണ്ടാകരുത് എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണിത് വന്നെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചായിരുന്നു. എന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ, അല്ലെ? ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇത് മുൻകൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്
നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ശരീരത്തിന് പുറത്തും മാരക അസുഖമൊന്നും വരല്ലേ എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന, വരി തെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ മാരക അസുഖം വന്നത് ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഞാൻ ഈ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ച കാര്യമാണ്. ബാക്കി കേൾപ്പിക്കാമേ. രേണുസുതി, ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഏതൊരു അസുഖം ഒരാൾക്ക് വരുമ്പോഴും അവരാലോചിക്കുന്ന ഒരു കാര്യമായത്, ദൈവമേ ഇതെന്തിനാണ് എനിക്ക് വന്നത്, ഇതെന്തിനാണ് എനിക്ക് തന്നത് ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു പനി വന്ന് കിടപ്പിലായാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ ദൈവത്തിനെ കുറ്റം പറയും. ദൈവമേ എന്തിനാണ് ഇപ്പം എനിക്കിത് തന്നത്, എനിക്ക് വയ്യ, മൂക്കൊലിച്ചുകൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല, ദേഷ്യം വരുന്നു, തലവേദന. നമ്മളെല്ലാവരും ചോദിക്കും രേണുസുതി. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഉള്ള അസുഖം, എനിക്ക് നിങ്ങൾ പറയുന്ന കേൾക്കുമ്പം സങ്കടമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ കുറേ ആളുകൾ വന്ന് തെറി പറയാൻ തുടങ്ങും. പറയുക, നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്, നിങ്ങൾ പറയുക. പക്ഷേ എന്തിനാണ് പറയുന്നത് നിങ്ങളൊരു നിമിഷം ആലോചിക്കുക. ഓക്കെ, ഞാൻ അവരെ എടുത്ത് തലയിൽ പൊക്കി വെക്കുവോ ആ പരിപാടിയൊന്നും നടക്കുന്ന കാര്യമല്ല, ചെയ്യത്തുമില്ല. പക്ഷേ അവരുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ കോലം നിങ്ങൾ കണ്ടോ? എനിക്കത് കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ തവണ നോക്കിയുള്ളൂ കേട്ടോ. ആ വീഡിയോയിലോട്ട് പിന്നെ ഫുള്ള് കേൾക്കായിരുന്നു. പിന്നെ രേണുവിൻ്റെ ചേച്ചി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോയിലോട്ട് ഒരു ലുക്ക് കൊടുത്തത്. കാരണം എനിക്ക് അവരെ കാണാൻ അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ ഒരാളെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ കണ്ടതാണ്. പക്ഷേ ഇങ്ങനെയും അല്ല, ഇതിനെക്കാട്ടിലും വേസ്റ്റ് ആയിട്ട് വാട്ടർ ബെഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതൊക്കെ എൻ്റെ തലയിലോട്ട് കയറി വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് അവരെ അങ്ങോട്ട് ആ പരിപാടി നടക്കത്തില്ല, എന്നെക്കൊണ്ട് നടക്കുന്നില്ല. ആൻഡ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇതൊക്കെ കേട്ടപ്പോൾ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഇതാണ്, രേണു ഈ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ രേണു എല്ലാവരും ചിന്തിക്കുന്നതാണ്. ഈ ഒരു അസുഖമുള്ള ആർക്ക് ഈ ഒരു അസുഖം വന്നാലും അവർ ഫസ്റ്റ് ചിന്തിക്കും, ദൈവമേ ഇതെന്തിനാണ് എനിക്ക് വന്നത്, എപ്പോഴും എനിക്ക് മാത്രമാണല്ലോ. അതൊരു മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റോറികൾ, ഇങ്ങനെ ഈ ഒരു വിഷമം, അവരെന്നെ അങ്ങനെ പറയുന്നു, ഇവരെന്നെ ഇങ്ങനെ പറയുന്നു, ഞാൻ കേൾക്കുന്നില്ല, കാണുന്നില്ല, പക്ഷേ എനിക്ക് നിർത്തുക രേണു. ഇങ്ങനെയുള്ള സംസാരങ്ങൾ തന്നെ നിർത്തുക. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഡോക്ടർ ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഫോൺ യൂസ് ചെയ്യേണ്ട, ആരോ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തു തരുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്, ചെയ്തോളൂ. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വിടുക. ഓക്കെ, പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ തെറി പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളത് കണ്ട് അല്ലെങ്കിൽ കുറേ കമൻസ് എടുത്ത് ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കുന്നില്ല. വളരെ നല്ല കാര്യം. മാക്സിമം രേണുവിനെ ചേച്ചിയാണെങ്കിലും കൂടെ നിൽക്കുന്ന ആളുകൾ രേണുവിനെ ഒന്നും അറിയിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഹാപ്പിയാക്കി ഇരുത്തുക. വേണമെങ്കിൽ കുറച്ച് കൈ നിന്നിട്ട് അങ്ങ് പറഞ്ഞു, ഇപ്പം ആളുകൾക്കെല്ലാം നിന്നെ മനസ്സിലായി, നിന്നെ ഭയങ്കര കാര്യമാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൂട്ടി പറ. അല്ലാതെ അവരുടെ അടുക്കെ ഇരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് രേണുവിൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൻ്റെ അടുക്കല. രേണു പലതും അറിഞ്ഞില്ല എന്നിപ്പം രേണു പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ രേണുവിൻ്റെ കീഴെ ഇരുന്നുകൊണ്ട് രേണുവിൻ്റെ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തെമ്മാടിത്തരമാണ് ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? തെമ്മാടിത്തരം. അതിലേക്ക് പോകാം. എനിക്ക് അതെൻ്റെ തലയിൽ ഇങ്ങനെ ഞാനത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നത്. ഈ ഒരു വീഡിയോയുടെ ആ ഒരു പോർഷൻ കണ്ടുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്യാനും ഞാൻ ഇറങ്ങിയത്. എന്താണെങ്കിലും രേണു പറയുന്ന കുറച്ച് കാര്യമാണ്, അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ അവിടെ നിന്നൊക്കെ ദൈവം എനിക്ക് മറുപടി തന്നത്, ഇങ്ങനെ ഒരു അസുഖം വന്നത് കൊണ്ട് നാളെ നിനക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു അസുഖത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇപ്പം ഒരുപാട് പേരുടെ സ്നേഹവും ഒരുപാട് പേരുടെ പ്രാർത്ഥന സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ ചിന്തിച്ച് ദൈവം എനിക്ക് അങ്ങനെ ഒരു മറുപടി തന്നു. കാരണം ഞാൻ തിരിച്ചു വരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷെ പലപ്പോഴും ഈ കിടക്കുമ്പോഴത്തേന് നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ, ഞാൻ സഞ്ചരിച്ച വഴികളും, അല്ലെങ്കിൽ ഞാൻ ഓടി നടന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയ ആണ്, ഇപ്പം ഏത് തലത്തിലാണേലും ഞാനൊരു 1.5 വർഷക്കാലം സുധിച്ചേട്ടൻ്റെ മരണശേഷം പെട്ടെന്നൊരു കയറ്റവും, പെട്ടെന്ന് ഓടി നടന്ന് എവിടെയൊക്കെ പരിപാടിയുണ്ടോ അവിടെ എല്ലാം പരിപാടിയായിട്ട് നടക്കുകയും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്തപ്പോൾ ചിലരിലത് എന്താ പറയുക അലോസരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അവരൊക്കെ എനിക്കെതിരായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും കുറേ നല്ല ആളുകളും എൻ്റെ ഫാമിലി ആണേലും എൻ്റെ ബന്ധുക്കളാണേലും എല്ലാവരും എൻ്റെ കൂടെ നിന്നു. അപ്പോൾ ആ ഒരു ഞാൻ ചിന്തിച്ചത് വേറൊന്നുമില്ല, ഇങ്ങനെ ഓടി നടന്നിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു അവസ്ഥയെ വരുമ്പോഴത്തേന് നമ്മൾ പഴയ കാലങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പിന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. ഞാൻ ഓടി നടന്ന സ്ഥലങ്ങൾ, അത് ആ ചിന്തയിൽ മെമ്മറിയിൽ വരുമ്പോൾ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. അപ്പോൾ ഇനി അത് ചിന്തിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ്.
നമ്മൾ ഇനി നാളത്തെ പറ്റി ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ വന്നു കഴിഞ്ഞു എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, എന്നെ സ്നേഹിച്ച് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെ എന്നെ സ്നേഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, പേര് പറയാത്തവരും പേര് പറഞ്ഞവരും ഒരുപാട് പേര് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് നല്ലത് കൊടുക്കണം, എന്നിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിന് കുറച്ച് ധൈര്യം കിട്ടി. ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം, ഋതപ്പന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ അവന് എന്നെക്കാളും മനസ്സിന് ഭയങ്കര കട്ടിയുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ആണേലും അവൻ പറഞ്ഞ ഹോസ്പിറ്റലിലെ വെളിയിൽ വന്ന എന്നെ കാണാനൊന്നും പറ്റത്തില്ലെന്ന് അവനറിയാം. ICUയിൽ വന്നാലും ICUയുടെ വെളിയിൽ വന്നാലും എന്നെ കാണാൻ പറ്റത്തില്ല. അവൻ അത്ര അറിവുള്ള കുട്ടിയാണ്. അപ്പൊ വീട്ടുകാർ വരുമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വന്നാലും അമ്മയെ കാണാൻ പറ്റത്തില്ല. അവനറിയാം, അത്ര അറിവുള്ളൊരു കൊച്ചാണ്. അത് എന്തായാലും ദൈവം അവന് അത്ര അറിവ് കൊടുത്തല്ലോ. പിന്നെ എനിക്ക് വളരെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അവൻ ആരും ഇല്ല എന്നൊരു ചിന്ത ഒരിക്കലും വിഷമിക്കേണ്ട വന്നിട്ടില്ല. കാരണം എൻ്റെ ചേച്ചിയുടെ മക്കളാണേലും അവനെ സ്വന്തം സഹോദരനെ പോലെയാണ് നോക്കുന്നത്. 3 പേരും ഒരുപോലെയാണ്, അവരൊരുപോലെയാണ് വളരുന്നത്. എനിക്ക് ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കിടന്നു, അവന് എനിക്ക് എന്തെങ്കിലും പറ്റി അവൻ ആരുമില്ലല്ലോ എന്ന്. പക്ഷെ ആ ഒരു വിഷമത്തിൽ നിന്ന് എനിക്കത് ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ സത്യമാണ്. ആ 2 പിള്ളേരും എൻ്റെ ചേച്ചിയുടെ മക്കൾ, എൻ്റെ 2 മക്കളും അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും അവനെ പൊന്നുപോലെ നോക്കുന്ന അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, എന്നോടൊന്നും ആരും പറഞ്ഞില്ല. ഒരുപാട് പൈസ ആവശ്യമാണ് ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എന്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗം എനിക്കില്ല. അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവര് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ഒരു ചാനൽ. ബാക്കി കേൾപ്പിക്കാമേ. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതിലൊന്ന്, വിവാദങ്ങൾ എന്തൊക്കെയോ നടക്കുന്നു തോന്നുന്നു, ഞാനൊന്നും അറിയുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല, ഫോൺ യൂസ് ചെയ്യരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ രേണു പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ, ഒരു 16 മിനിറ്റുള്ള വീഡിയോയിൽ തന്നെ രേണുവിൻ്റെ കീഴെ ഇരുന്നു കൊണ്ട് രേണുവിൻ്റെ ചേച്ചി ഇപ്പൊ നടക്കുന്ന വിവാദങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവിടെ തന്നെ പൊളിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ രേണു അറിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിന് അവിടെ തിരശ്ശീല വീണു. ഈ ഒരു പരിപാടി നടക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് രേണു മനസ്സിലാക്കണത്, അല്ലെങ്കിൽ രേണുവിൻ്റെ ചേച്ചി മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് ഒരു സൈഡിൽ നിന്ന് ഇപ്പോഴും നല്ല രീതി കല്ലേറ് കിട്ടുന്നത്. അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ കാണിച്ചു തരാം, രേണുവിൻ്റെ കീഴെ ഇരുന്നു കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം രേണുവിനോട്, ഒരു വയറ്റിൽ പിറന്ന ചേട്ടനനിയന്മാർ, രക്തബന്ധം ഉള്ളവർ തമ്മിൽ ഇന്ന് നേരെ ചൊവ്വേ പോകാറില്ല. ഓക്കെ, നേരെ ചൊവ്വേ പോകാറില്ല. അപ്പോഴാണ് രേണു ഇരുന്ന് കഥ പറയുന്നത്, എന്തെങ്കിലും പറ്റിയാൽ പറ്റത്തില്ല, പറ്റരുത്, പറ്റിയാൽ ചേച്ചിയുടെ പിള്ളേരുടെ കൂടെ ചേച്ചി അങ്ങ് ആ ഒരു സാധനമല്ലേ പറഞ്ഞു വെക്കുന്നത്. എത്ര നാൾ നോക്കും അവര്? രേണു അതൊക്കെ വെറുതെയാണ്, മനസ്സിലായോ? ഇനി അഥവാ നോക്കിയാൽ തന്നെ ഒരു പരിധി വരെ കാണും. അത് അവരുടെ സ്വന്തം മക്കൾക്ക് കിട്ടുന്നത് ഒരിക്കലും നിന്റെ മകൻ അവർ കൊടുക്കില്ല. പിടികിട്ടിയോ? അത് നീ മനസ്സിലാക്കിക്കോണം. എപ്പോഴും അവരെ ഈ എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നതിന് മുമ്പ് നീ മനസ്സിലാക്കിക്കോണം. ഇനി രേണുവിൻ്റെ കീഴെ ഇരുന്നു കൊണ്ട്, എൻ്റെ പൊന്ന് ചേച്ചി എണീറ്റ് മാറി വേറെ എവിടെയെങ്കിലും പോയിരുന്നു നിങ്ങൾക്ക് വീഡിയോ എടുത്തൂടെ? അവരൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു, അവരുടെ കീഴെ ഇരുന്നുകൊണ്ട് തന്നെ ഈ പെണ്ണുപിള്ള പറയുന്നത് എന്താ നിങ്ങൾ കേട്ടോ? അവള് ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. കാരണം 2nd കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള വോമിറ്റിങ്ങും ലൂസ് മോഷനും കാരണം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ICUയിലായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു എല്ലാവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് AI ആണെന്നും അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്കത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ലെന്നും പിന്നെ ബില്ല് AI ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില വ്ളോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട്
രേണു സുധി, നിങ്ങൾ ഒന്നും അറിയുന്നില്ല അല്ലേ? ഒന്നും നിങ്ങൾ അറിയുന്നില്ല അല്ലേ? നിങ്ങളുടെ കീഴെ ഇരുന്നു കൊണ്ടാണ് നിങ്ങളുടെ ചേച്ചി കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം എന്തൊക്കെ നടന്നിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾ അത് മനസ്സിലിട്ട് ആലോചിച്ച് വീണ്ടും നിങ്ങളുടെ അസുഖം കൂട്ടും. എന്തിനാണ്? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ, വേറെ കൂടുതലൊന്നും പറയുന്നില്ല. വേറെ പറയാനാണെങ്കിൽ നല്ല തെറി പറയേണ്ട കേസാണ്. അവർ വന്നിട്ട് ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് പറയും. ഇവരവരുടെ കീഴെ ഇരുന്നുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. ചെവിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോട്ടെ, നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ് പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അതെന്താണ് ഈ രേണുവിനെ മാറ്റി നിർത്തും? രേണു സുധിര ചേച്ചി, നിങ്ങളോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിയെ വേണ്ടേ? വേണ്ടേ? അല്ല, അങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ കീഴെ പോയിരുന്ന് ഈ കഥ പറയാതിരിക്കും, മാറി വേറെ എവിടെയെങ്കിലും പോയിട്ട് പറ. ഇങ്ങനൊന്നും പറയാതിരിക്കേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറ, ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്ക്. അവരുടെ കീഴെ ഇരുന്നുകൊണ്ട് ഈ കഥയെല്ലാം പറയുന്നതിന് എന്താ നിങ്ങളെ ഞങ്ങൾ പറയണ്ടേ? ഇതൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപത്തോടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ജനങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി എന്തേ ജനങ്ങൾ പറയും അഭിപ്രായം, താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ ഒന്ന് പറ, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട്? ഇവരെന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മതിയാക്കിക്കൂടെ? എന്നിട്ട് വേറെ എന്തെങ്കിലും ഈ ജനങ്ങൾ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ എക്സ്പ്ലനേഷൻ, ഈ പരിപാടികൾ നിർത്ത്. എന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഈ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ വീണ്ടും ചോദിക്കും, വീണ്ടും അത് കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ അവർക്ക് സമാധാനം പോകത്തില്ലേ? രേണുസുധ ചേച്ചി വേണം ഇത് മനസ്സിലാക്കാൻ ആദ്യമേ. എന്നിട്ട് നിർത്ത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.